ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു സോളാർ സിസ്റ്റത്തെ പറ്റിയുള്ള വീഡിയോ ആണ്. നിങ്ങൾ ചെറിയ ക്ലിപ്പ് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അവർ അൺലോഡ് ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പ്ലാന്റ് വീടിൻ്റെ റൂഫ് ടോപ്പിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ 3 കിലോവാട്ടിൻ്റെ സോളാർ സിസ്റ്റമാണ്. നമ്മൾ KCB വഴി സബ്സിഡി സ്കീമിലാണ് നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടാറ്റ പവറാണ് നമ്മളെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു സിസ്റ്റം ചെയ്തത്. അപ്പോൾ അവർ ഗ്രോ വാട്ടിൻ്റെ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുകളിൽ ഈ ഒരു പാനൽ ഫിക്സ് ചെയ്തപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് റൂഫ് ആയതുകൊണ്ട് തന്നെ വളരെ നമുക്ക് അധികം എക്സ്പെൻസ് വന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് സാധാ ടെറസിൻ്റെ മേലാണ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. ടെറസിൻ്റെ മേലെ ഡയറക്റ്റ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെൻസ് ഇതിൽ നിന്ന് ഗെയിൻ ചെയ്യാൻ പറ്റി. നമ്മൾ വീടിൻ്റെ പുറത്ത് ഇതുപോലത്തെ റൂഫ് ടോപ്പിലാണ് അവർ ഷീറ്റിൻ്റെ മേലെ ചെയ്തത്. ഷീറ്റ് ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ഫിക്സിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഇൻസ്റ്റാളേഷനും അത് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ചെറിയ ഷോർട്സ് ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, നമ്മൾ ആൻസർ ചെയ്യുന്നതായിക്കോട്ടെ. എനിക്ക് അറിയാവുന്നതാണ്, ഞാൻ ആൻസർ ചെയ്തുതരാം. അപ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് വിട്ടാലോ. അവർ അൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഫോം തന്നു. ആ ഒരു കൊറിയർ സർവീസിൻ്റെ ബ്ലൂബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയർ സർവീസാണ് നമുക്ക് കൊറിയർ പാർസൽ അയച്ചു തന്നത് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഒരു കോപ്പി കസ്റ്റമർ കോപ്പിയും പിന്നെ ഒന്ന് അവരുടെ കോപ്പിയാണ്. അതിൽ നമ്മൾ സൈൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പേപ്പേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ചെറിയ രീതിയിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് അവർ അതിൽ ബില്ലിങ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ KCB തന്നെ അവർ അങ്ങനെ പറഞ്ഞു ഇത്ര എമൗണ്ടാണ് വരിക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ സൈനും ഒക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു ബില്ലിങ്ങിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് ഇൻവെർട്ടറിൻ്റെ ഒരു പ്രൈസിങ് എത്ര വരുന്നതെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അവർ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഈ ഒരു ചാക്കിൽ കാണുന്നത് അതിൻ്റെ ഒരു നമ്മൾ കുയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ്, എർത്തിൻ്റെ കുയിലിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതുപോലത്തെ 435 വാട്ട്സിൻ്റെ ടാറ്റയുടെ സോളാറാണ് നമുക്ക്, സോളാർ പാനലാണ് നമുക്ക് തന്നത്. അപ്പോൾ അവർ വന്നു ഒരു 2-3-4 ദിവസത്തിന് ശേഷം വീടിൻ്റെ ടെറസിലോട്ട് ഇങ്ങനെ നമ്മളെ പാനൽ കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പുറത്തു കൂടി ഒരു ഏണിയൊക്കെ വെച്ച് കൊടുത്തു. അവർ 4 പേരുണ്ടായിരുന്നു. പിന്നെ ഇത് ഫിക്സ് ചെയ്യുന്ന ക്ലാമ്പാണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യുമ്പോൾ നോക്കാം. അവർ ഇനി ഫസ്റ്റായിട്ട് ചെയ്യുന്നത് അവർക്ക് ഈ എർത്ത് പൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴി ഉണ്ടാക്കുന്ന. അപ്പോൾ കുഴിയൊക്കെ കുഴിക്കാൻ വേണ്ടിയിട്ട് അവർ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് തീരും, നമ്മളും ഫ്രീ ആവും. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ സാധാരണയായിട്ട് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കിയിരിക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം കൊണ്ട് അവർ കംപ്ലീറ്റ് ആക്കി പോയിട്ടാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഇവർക്ക് കുഴിയാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. ഈ ഒരു പെട്രോൾ മെഷീനാണ് തോന്നുന്നു, ഇനി ഡീസൽ എന്താ അറിയില്ല. അപ്പോൾ ഒരു കുഴിയാക്കി നമുക്ക് 4 എർത്ത് കുഴിയാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം നല്ല ആഴമുണ്ട് കേട്ടോ താഴോട്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 1-1.5 മീറ്റർ ആഴം എന്തായാലും ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അവരെ പൗഡർ ആ ഒരു കുഴിയിലോട്ട് ഇട്ടിട്ട് ആ ഒരു കോപ്പർ റാഡാട്ടോ അവർ യൂസ് ചെയ്യുന്ന എർത്തിങ്ങിന്. ആ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തത്. അപ്പോൾ കോപ്പർ റാഡ് അവർ കുഴിയിലോട്ട് വെച്ചു. ഈ ഒരു പൊടി എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ കരിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു പൗഡറാണ് ഈ ഒരു പൗഡർ. അപ്പോൾ അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ 2-3 ചെറിയ ബോക്സ് കണ്ടിട്ടുള്ളൂ. ബോക്സ് വലിയ വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ സാധനങ്ങളായിരുന്നു അതിൽ വന്നത്. പിന്നെ അവരെ ഫിക്സിങ് തുടങ്ങി. ആദ്യം തന്നെ അവർ ഫിക്സ് ചെയ്ത് അവരെ ഇൻവെർട്ടറാണ് ഡ്രിൽ ചെയ്തിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് ഒരാളുടെ ഐസൈറ്റിലാണ്, അതായത് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു മീറ്റർക്ക് നോക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു ഹൈറ്റിലാണ് അവർ ചുമരിൽ പിടിപ്പിക്കുന്നത്. കറക്റ്റ് ലെവലും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടായിരുന്നു, കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വെക്കണം കാര്യങ്ങളിലൊക്കെ. അതുപോലെ ഡ്രില്ല് ചെയ്തു, അതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല വൃത്തി നീറ്റായിട്ട് അവർ നല്ല വർക്ക്. എനിക്ക് അവർ വർക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് റൂഫ് ടോപ്പിൽ പാനൽ ഫിക്സ് ചെയ്യാനും താഴെ ഈ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൻ്റെ AC ബോക്സാണ്. AC ബോക്സ് എന്ന് വെച്ചാൽ അൾട്ടർനേറ്റ് കറണ്ട്, നമ്മളെ വീട്ടിൽ കൂളിംഗ് AC ഇല്ല. അപ്പോൾ DCക്ക് വേറെ DB ഉണ്ട്, ACക്ക് ഉണ്ട് വേറെ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ റൂഫ് ടോപ്പിൽ ഷീറ്റിൻ്റെ മേലെ അവർ
പാനലിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലാമ്പ് ഫിക്സ് ചെയ്യുന്നതാണ്. ഫുള്ള് അലൂമിനിയത്തിലാണ് ചെയ്തത്, ഇരുമ്പൊന്നുമല്ല. ഇരുമ്പാണെങ്കിൽ നമുക്ക് തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അലൂമിനിയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻവെർട്ടറിൻ്റെ AC അഡാപ്റ്റർ. എർത്തും ഫേസും ന്യൂട്രും ആയിട്ട് വരുന്ന ഒരു പ്രത്യേകതരം ഉള്ള ഒരു പിന്നാണ്. നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ബാക്കിലൊക്കെ കാണലുണ്ടല്ലോ, അതുപോലത്തെ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള പിന്നാണ്. വീഡിയോ കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്, വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇത് അവരെ എർത്തിങ്ങിൻ്റെ വയറാണ്. ഈ വയർ നല്ല ക്വാളിറ്റിയിലാണ്. ഇത് അലൂമിനിയം സ്ട്രിപ്പല്ല, അതിൻ്റെ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഉള്ള നല്ല കോപ്പറും അലൂമിനിയം കൂടിയിട്ട് നല്ല എർത്തിൻ്റെ ക്വാളിറ്റിയുള്ള വയർ തന്നെ കേട്ടോ. ഈ ഒരു വയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഹീറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു വയറാണ്. അതിൻ്റെ മേലൊരു അതായത് അതിൻ്റെ മേലല്ല, ആ ഒരു സ്ലീവിൻ്റെ അകത്ത്, ആ ഒരു വയറിൻ്റെ പുറത്തുള്ള ബ്ലാക്ക് സ്ലീവിൻ്റെ അകത്ത് കണ്ടില്ലേ ഒരു വൈറ്റ് പൗഡർ, ആ ഒരു പൗഡർ ഹീറ്റ് റെസിസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ നല്ല പൈപ്പിലൂടെ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പൗഡർ കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ എർത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറ് വയറാണ്. കളർ നോക്കണ്ട, അതായത് ഓരോ കമ്പനിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് മെഷർമെൻറ്റൊക്കെ ചെയ്തിട്ട് നല്ല ഡിസ്റ്റൻസിൽ തന്നെയാണ് കേട്ടോ എർത്തിനുള്ള ഓരോ കുഴിയും കുഴിക്കുന്നത്. ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ അവർ പാനലിൽ ഈ ഒരു എർത്ത് ഫിക്സ് ചെയ്തു. ഓരോ പാനലിൽ നിന്നും അവർ എർത്ത് കണക്ട് ചെയ്തിട്ട് താഴോട്ട് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതതിൻ്റെ സോളാറിൻ്റെ 2 പാനൽസ് സീരീസ് തമ്മിലാണ് ഇവർ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ക്ലാമ്പിംഗ് ആണ് സിസ്റ്റം, ഒരു ലോക്കാണ്, പ്രത്യേക തരം ഒരു കണക്ഷൻ. അപ്പോൾ നല്ല സേഫ്റ്റിയിൽ അവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ട് വെള്ളമായാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. അത് DC കറൻ്റാണ്. ഇപ്പോൾ അവർ ഫിക്സ് ചെയ്തത് സോളാർ മീറ്ററാണ്. നമ്മുടെ വീട്ടിലൊക്കെ മീറ്റർ ബോർഡ് റീഡിങ് എടുക്കില്ല, അതുപോലത്തെ ഒരു മീറ്റർ തന്നെയാണ്. പക്ഷേ സോളാറിൻ്റെ എത്ര കറണ്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു മീറ്ററാണിത്. ഇനി ഒരു എർത്തിൻ്റെ വയറ് കൊണ്ടുപോകാനായിട്ട് ഉള്ള കുഴിയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ചെറിയ ചാലി. ഈ ഒരു ബോക്സ് പെട്ടി കണ്ടില്ല, അത് എർത്ത് കവർ ചെയ്ത് വെച്ചതാണ്. ഇനി പൈപ്പ് താഴോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ഡ്രില്ല് ചെയ്യുന്നതാണ്. മേലെ നിന്ന് താഴോട്ട് ആ ഒരു പൈപ്പ് അത്രയും ഡീറ്റെയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ടല്ലോ വൃത്തിക്ക്. നമ്മളെ ചുമരിൽ ഫുള്ള് ക്ലാമ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് തന്നെ കേട്ടോ അവർ വയറിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എർത്തിലോട്ട് കൊടുക്കാനുള്ള ആ ഒരു കണക്ഷൻ റെഡിയാക്കുന്നത്, സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ജസ്റ്റ് ഒരു വയറെടുത്തിട്ട് ചുറ്റി പോവുകയല്ല ചെയ്യുന്നത്, കറക്റ്റായിട്ട് അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളൊക്കെ സ്ക്രൂ വെച്ചിട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് ടൈറ്റായിട്ട് വെക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ സൂപ്പർ ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ എർത്തും തമ്മിൽ അവർ ഒരു ജോയിൻ്റ് കൊടുക്കുന്നുണ്ട്. മൊത്തം 4 എർത്ത് നമുക്കുള്ളത് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ എർത്തിൽ നിന്നും ഓരോരോ വയറെടുത്തിട്ട് അവരൊരു ജോയിൻ്റ് ഓരോ എർത്തിലോട്ടും, അതായത് 4 കുയിലോട്ടും ഓരോരോ കണക്ഷൻ കൊടുക്കുന്നത്. ഇതുപോലെ ഞെട്ടും ബോൾട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അതുകൊണ്ടല്ലേ അവർ ഓരോ വയറിൻ്റെ എൻഡ് ഭാഗത്തും അവർ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരം പിന്നിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, അത് ക്ലാമ്പ് ചെയ്യുന്നുണ്ട് അവിടെ. ഇനി അത് വെച്ചിട്ട് ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്, ചവണ പോലത്തെ ഒരു സാധനം കൊണ്ട്. അപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിൽ ഫുള്ള് പാനലിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മൊത്തം 8 പാനൽസ് ഉള്ളത് ഞാൻ പറഞ്ഞു. നല്ല നീറ്റായിട്ട് തന്നെ ഷാഡോ വരാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. പൈപ്പിങ് കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ്. വേറെ സംഭവം കാണിച്ചാൽ ഇപ്പോൾ ഈവനിങ് ആയി. ഇനി ഇതിൻ്റെ മേലോട്ട് ഷാഡോ വരാനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചാരിറ്റൊരു തെങ്ങുണ്ട്. ആ തെങ്ങിൻ്റെ പട്ടയൊക്കെ നമ്മൾ ഫുള്ള് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മേലോട്ട് മാത്രം പ്രൊഷൻ ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഈ സൈഡിലോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുമല്ലോ, ഇതുപോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സംഭവമൊക്കെ നമ്മൾ കംപ്ലീറ്റ് വെട്ടി കൊടുത്ത് ഈ തെങ്ങിനെ ഈ രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മളെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്ത് അത്രയും ബെനിഫിറ്റ് അല്ലേ. ഈ ഒരു ഷാഡോ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലും 100% കറക്റ്റല്ല, കുറച്ചും കൂടെ ഷാഡോ ഒക്കെ ഉണ്ട്.
അപ്പോൾ നമ്മുടെ എർത്ത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു എർത്ത് ബോക്സാണ്, കണ്ടില്ലേ? ഇതിനകത്ത് ഇങ്ങനെ ഇതൊരു കോപ്പർ റാഡാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ഒരു ഇതെന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആട്ടോ, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക മണ്ണിൽ അലിഞ്ഞ് പോകത്തണേ. അതിന് പ്ലാസ്റ്റിക് അലിഞ്ഞ് പോലെ, പക്ഷേ ഇങ്ങനെ പൊട്ടി പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒന്നും ഇതുണ്ടാവില്ല വിചാരിക്കുന്നു. നല്ല വെയിറ്റ് ഉണ്ട് ഈ ഒരു സംഭവമൊക്കെ. ഇങ്ങനത്തെ 4 ബോക്സ് നമ്മൾ ചെയ്ത് ഇതാ ഈ രീതിയിൽ. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ബോക്സൊക്കെ വെച്ച ഏരിയത്തെ സംഭവം ഇങ്ങനെ. ഇത് ഇതിൻ്റെ DC ബോക്സ്, സോളാർ അറേ ജംഗ്ഷൻ ബോക്സ് എന്നാണ് ഇതിന് പറയൽ. ഇതാണ് നമ്മൾ ഇൻവെർട്ടർ കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ കാണുന്നത്. ഇതിൻ്റെ വൈഫൈ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഇതിൻ്റെ AC ബോക്സാണ്. ഇത് 5 kW വരെ പോകുന്ന അതിൻ്റെ AC ബോക്സ്. ഇത് ഇതിൻ്റെ സോളാർ മീറ്റർ. ഇത് ഇതിൻ്റെ മെയിന്. ഇത് നമ്മൾ വീട്ടിലുള്ള നെറ്റ് മീറ്റർ. ആ നെറ്റ് മീറ്റർ എന്താണ്, സാധാരണ മീറ്റർ എന്താണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നമ്മൾ വീട്ടിലോട്ടുള്ള മെയിൻ സ്വിച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് അടിപൊളിയായിട്ട് അവർ നല്ല രീതിയിൽ ഈ ഒരു പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറായി ചെയ്തിട്ടുണ്ട്. ഈ ഒരു വയർ ഉണ്ടല്ലേ, ഈ ഒരു വയറെന്ന് വെച്ചാൽ എർത്താണ്. ഈ ലൈറ്റ്നിങ് റെസിസ്റ്ററിൽ നിന്ന് പോകുന്ന വയറുണ്ട് ഇതിന്, പിന്നെ പാനലിൽ നിന്ന് പോകുന്ന വയറുണ്ട്. ഇതിലിങ്ങനെ ഈ ഒരു പൊട്ടിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ നമ്മളെ ടോട്ടൽ ഔട്ട്ലുക്ക് ഇതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ പഴയ ഈ ഒരു മീറ്റർ ബോർഡൊക്കെ ഉണ്ടായിരുന്നത് ഒരു മരത്തിൻ്റെ ഒരു പലകമലായിരുന്നു. ആ പലകൊക്കെ അവർ മാറ്റി പുതിയൊരു ബോക്സിലൊക്കെ ആക്കി തന്നെ നല്ല നീറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട്. നല്ല സെക്യൂറായിട്ട് നല്ല എർത്തൊക്കെ കൊടുത്തിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എർത്തിയും കണ്ടില്ല, ഓരോ ബോക്സൊന്നും അവർ എർത്ത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാണുന്ന വയസ്സൊക്കെ നല്ല എർത്തിങ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിലായിട്ട് ഇത് ചോദിക്കുക, എനിക്ക് അറിയാവുന്ന ആൻസേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ഷനും ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഒരു വർക്കിങ്ങും ഇതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ എത്ര കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.